ഇതിനകം 5570 കുടുംബങ്ങൾക്ക് ഭാഗികമായോ പൂർണ്ണമായോ വീട് പണിത് കൊടുത്തിട്ടുണ്ട്. 5570 കുടുംബങ്ങൾക്ക്. 6428 കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായം കൊടുത്തിട്ടുണ്ട്. 2058 കുടുംബങ്ങൾക്ക് കടം തീർക്കാൻ പണം നൽകിയിട്ടുണ്ട്. 2332 കുടുംബങ്ങൾക്ക് റേഷനോ പെൻഷനോ നൽകുന്നുണ്ട്. 2866 കുടുംബങ്ങൾക്ക് സ്വയം തൊഴിലിനുള്ള പണം കൊടുത്തിട്ടുണ്ട്, കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. 3433 ആളുകൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്. 349 കുടിവെള്ള പദ്ധതി ഈ കാലയളവിൽ ബൈത്തുൽ സക്കാത്ത് കേരള ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒറ്റ കൊല്ലം 402 വീട് പണിത് കൊടുത്തിട്ടുണ്ട്. 402 വീട്. 126 പേർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പണം കൊടുത്തിട്ടുണ്ട്. 115 പേർക്ക് ചികിത്സാ സഹായം കൊടുത്തിട്ടുണ്ട്. 37 കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. 69 പേർക്ക് കടം തീർക്കാനുള്ള 100 രൂപയും 500 രൂപയും കടം തീർക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. 10,000-ങ്ങളും ലക്ഷങ്ങളും കടമുള്ള ആളുകൾക്ക് കടം കൊടുത്ത കാര്യമാണ് ഈ പറയുന്നത്. 69 പേർക്ക് കടം തീർക്കാൻ പൈസ കൊടുത്തിട്ടുണ്ട്. 67 പേർക്ക് റേഷനും പെൻഷനും കൊടുത്തിട്ടുണ്ട്. 295 പേർക്ക് വിദ്യാഭ്യാസ സഹായം നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തത് 1-2 രൂപക്കല്ല, 13,69,45,909 രൂപ ചെലവഴിച്ചാണ് ഈ പണി ചെയ്തിട്ടുള്ളത്. 13 ലക്ഷമല്ല, 13,69,45,909 രൂപ. ഇത് ഈ നാട്ടിലെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ബൈത്തുൽ സക്കാത്തിനെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്. ഒരു ദിവസം ഒരു വീട് എന്ന നിലക്ക് ബൈത്തുൽ സക്കാത്ത് സഹായം കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു വീട് പണിയാൻ ഒരു ഗവൺമെന്റ് സംവിധാനത്തിന് പോലും ചെയ്യാൻ കഴിയാത്ത അത്രയും ഉപകാരം ഈ സംഘടനാ ഭേദമന്യേ, ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും മുജാഹിദാർക്കും കൊടുക്കുന്നതല്ല, ഈ നാട്ടിലെ അർഹരായിട്ടുള്ള ആൾ ആർക്കും കൊടുക്കാം. എൻ്റെ ഈ ശബ്ദം കേട്ടിരിക്കുന്ന ആർക്കും അതിനകത്തേക്ക് അപേക്ഷ കൊടുക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ പ്രവർത്തനത്തിനോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും താല്പര്യങ്ങൾക്കോ ഇവരീ പറയുന്ന പോലെ മാധ്യമ ദിനപത്രത്തിനോ അതേപോലെ തന്നെ മീഡിയ വണ്ണിനോ അവരുടെ പ്രസിദ്ധീകരണങ്ങളും സമ്മേളനങ്ങളും അതുപോലെ തന്നെ സെമിനാറുകളും നടത്താനോ 10 നയാ പൈസ ഇതിനകത്തുനിന്ന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന, എൻ്റെ ഈ ഖുതുബ കേൾക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ള ആളുകൾ നിങ്ങളുടെ സക്കാത്തിന്റെ ഒരു വിഹിതം ഈ ബൈത്തുൽ സക്കാത്ത് കേരളക്ക് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിനെ ശക്തിപ്പെടുത്തണം. ബൈത്തുൽ സക്കാത്ത് കേരള ഒരാളുടെ സക്കാത്തിന്റെ മുഴുവൻ ആവശ്യപ്പെടുന്നില്ല, മറിച്ച് അവരുടെ സക്കാത്തിന്റെ ഒരു വിഹിതം കൊടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ 1 നയാ പൈസ അതിനകത്ത് നഷ്ടം വരില്ല. വളരെ വ്യവസ്ഥാപിതമായിട്ട് ഇത് നടത്തുന്ന ഒരു സംവിധാനമാണത്.